ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഈ വേൾഡിൽ നടക്കണേ ഒരു ലോക മണ്ഡലത്തിന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു SSLC സ്റ്റുഡൻറ്റ്, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ആവറേജ് ക്ലാസ്സിലൊക്കെ പോയി വരുന്ന സ്റ്റുഡൻറ്റ്, ആളത്തെ നൈറ്റത്തെ റൂട്ടീൻ എന്ന് പറയുന്നത്, ആൾ നൈറ്റ് ഉറങ്ങാൻ പോകുക ഒരു 10 മണിക്കാണ്. 10 മണിക്ക് ഉറങ്ങാൻ പോകും. രാവിലെ മോർണിംഗ് ഒരു 5 to 6, ഒരു 5:30 അല്ലെങ്കിൽ 6 മണിൻ്റെ ഉള്ളിലായിട്ട് എണീക്കും. സാധാരണ സ്റ്റുഡൻ്റ് ആണ്, ക്ലാസ്സിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പ്ലസ് ആളുടെ നൈറ്റ് റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 10 മണിയാകുമ്പോഴത്തേന് പഠിത്തം കാര്യങ്ങളൊക്കെ നിർത്തി ഒരു 9:45 10 മണിയാകുമ്പോഴത്തേന് ഉറങ്ങും. മോർണിംഗ് ഒരു 5 അല്ലെങ്കിൽ 6 മണിയാകുമ്പോഴത്തേന് എണീക്കുകയും ചെയ്യും. ഇനി ഫെബ്രുവരി മാസം ആയി നിൽക്കുക, അതായത് പിറ്റത്തെ മാസമാണ് മാർച്ച്. അപ്പം ഇനി എക്സാം മാർച്ചിലാണ് നമ്മളെ മെയിൻ ബോർഡ് എക്സാം വരും. SSLC എക്സാമിന് ഇനി ആകെ ഒരു മാസമുള്ളൂ. ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു. അപ്പം ഇനി കുട്ടിക്ക് ആകെ ഒരു മാസമുള്ളൂ എക്സാമിനുള്ള ഗ്യാപ്പ്. ഇപ്പോൾ ആണെങ്കിൽ പക്ഷെ വേറൊരു വിഷയമുണ്ട്, പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്, റിവിഷൻ ചെയ്യാൻ കുറേ ഉണ്ട്, കുറേ നോക്കാത്ത ടോപ്പിക്കുകളുണ്ട്, പഠിച്ചതിനെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ബ്രീഫിൽ പറയുകയാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. പ്ലസ് ആകെ ഒരു മാസമേ ഉള്ളൂ. ഇനി ഈ കുട്ടി എന്താ ചെയ്യുക അറിയോ? ഈ 10 മണിക്ക് രാത്രി കടന്ന് ഈ 6 മണിൻ്റെ ഉള്ളിൽ എണീറ്റിരുന്ന കുട്ടി എന്താ ചെയ്യുക അറിയോ? രാത്രി കുറച്ചുകൂടി ടൈം ഇരുന്നാണ്ട് പഠിക്കാൻ നോക്കും. ലൈക്ക് ഒരു 12:30 അല്ലെങ്കിൽ 1 മണി വരെ ഇരുന്ന് പഠിക്കും. പിന്നെ മോർണിംഗ് ഒരു 4:30 അല്ലെങ്കിൽ 3 മണിക്കൊക്കെ നേരത്തെ എണീറ്റാണ്ട് പഠിക്കും. ടോട്ടലി കുട്ടിക്ക് ഉറക്കം കിട്ടൂല. നമ്മളൊക്കെ വിചാരം നമ്മൾ ഒന്നുകൂടി ഉറക്കം കളഞ്ഞാണ്ട് എന്തെങ്കിലും സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഔട്ട്കംസ് അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ശുദ്ധ മണ്ടത്തരം. സോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം പറയാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവം പഠിച്ചു കഴിഞ്ഞാലും ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത് എപ്പോഴാണ്? നമ്മളൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുമ്പോഴാണ്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു ബിൽഡ് എ പെർഫെക്റ്റ് സ്ലീപ്പ് റൊട്ടീൻ. ഇപ്പോൾ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് മുബഷീർ. ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ ഹാപ്പൻ ചെയ്യണമെന്ന് പറയാം. നമ്മൾ സ്ലീപ്പിലേക്ക്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് ഈ മസിൽ റിക്കവറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയി നല്ല രീതിയിൽ മസിൽസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ ഹിറ്റ് ചെയ്തു, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു, പിന്നെ നല്ല ഫുഡും കഴിച്ചു, ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബോഡിക്ക് വേണ്ട ഫുഡും വെള്ളമൊക്കെ നിങ്ങൾ കുടിച്ചു. എന്നിട്ട് നിങ്ങളൊരു ബോഡിക്ക് ഒരു സ്ലീപ്പ് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിലേക്ക് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നിങ്ങളെ മുഖത്തേക്ക് പിടിക്കുന്നത്. അതായത് നമ്മുടെ മേത്തക്കിൽ ഇതൊക്കെ അലൈൻ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മേത്തിലേക്ക് ഇതൊക്കെ കാണുന്നത് എപ്പോഴാണ്? ഈ ഫുഡ് കഴിച്ചതും ജിമ്മിൽ പോയത് പ്രവർത്തിച്ചതൊക്കെ നമ്മുടെ ബോഡിമേക്ക് കാണുന്നത് നമ്മളൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉറങ്ങുന്നതാണ്. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ ജിമ്മിൽ പോയി നല്ല വർക്കൗട്ട് ചെയ്തു, നല്ല ഫുഡ് കഴിച്ചു, എന്നിട്ട് നിങ്ങളെ ബോഡിക്ക് മര്യാദയ്ക്ക് ഉറക്കം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളമില്ലാത്ത പൊയിൽ നിന്നൊരു അവസ്ഥയെ, കാരണം അവിടെ ഒന്നും ഹാപ്പൻ ചെയ്യൂല. അത് ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലത് സ്റ്റോർ ആവണമല്ലോ. നമുക്ക് വീണ്ടും റീകോൾ ചെയ്യണമെങ്കിൽ അത് ബ്രെയിനിൽ സ്റ്റോർ ആവണമല്ലോ. ആ സ്റ്റോർ ആവുന്നതും നല്ല രീതിയിൽ കണക്ട് ആവുന്നത് എപ്പോഴാണ്? നമ്മളൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉറങ്ങുമ്പോഴാണ്. ഇനി ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇമ്മ്യൂൺ ചേഞ്ചസ്, അതുപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ്, നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ, ഡിസിപ്ലിൻ, ഇങ്ങനെ കുറേ സംഭവങ്ങളെ സ്ലീപ്പ് തുടങ്ങുന്നുണ്ട്. ഞാൻ അധികം ഡീപ്പായിട്ട് പോകണില്ല. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഫോക്കസ് ചെയ്യണത് നമുക്കൊരു ക്വാളിറ്റി ഓഫ് വൈസിലെ സ്ലീപ്പിന്റെ റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ്. സോ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ടൂൾസ് പറഞ്ഞുതരാം. നമുക്കൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഹൗ ടു ബിക്കം എ പ്രോ സ്ലീപ്പർ. അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് ഈറ്റ് ഡിന്നർ 3 hours ബിഫോർ സ്ലീപ്പ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മിനിമം മുന്നേ എന്ത് ചെയ്യുക? ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യുക? നിങ്ങളെ രാത്രി ഭക്ഷണം ഡിന്നർ കഴിക്കാൻ നോക്കുക. ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിച്ചാൽ മിനിമം ഒരു 2.5-3 മണിക്കൂർ ഇത് ഡൈജസ്റ്റ് ആവാനെടുക്കും, ഇത് ദഹിക്കാനെടുക്കും. അപ്പോൾ ഇത് ഡൈജസ്റ്റ് ആയിട്ട് ഒന്നും കൂടി കിടക്കാൻ പോവുകയാണെങ്കിൽ, ഉറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാറും ഒന്നും കൂടി ക്വാളിറ്റിയിൽ സ്ലീപ്പിൽ ഉറങ്ങാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ആവാതെ കിടക്കണമെങ്കിലോ നമ്മളെ സ്ലീപ്പിന്റെ ക്വാളിറ്റിനെ അവിടെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ 3 മണിക്കൂറൊക്കെ മുന്നേ ഫുഡ് കഴിച്ചിട്ടും കിടക്കാൻ നേരത്തെ നിങ്ങൾക്ക് ചെറിയ വിശപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നല്ല നല്ല വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ കാർബോഹൈഡ്രേറ്റ് അല്ലാതെ ഫുഡുകൾ കഴിക്കുക. അതായത് ഇപ്പോൾ നമുക്കൊന്നും കൂടി ഇൻസുലിൻ സ്പൈക്ക് ഒന്നും കൂടി കൂട്ടി തരുന്ന ഫുഡുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഫുഡുകൾ, അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാതെ ജസ്റ്റ് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ സംഭവങ്ങൾ കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാത്രം ഫില്ലപ്പ് ചെയ്യാണ്ട് സംഭവങ്ങൾ കഴിക്കുക. ഒരിക്കലും ഈ കാർബോഹൈഡ്രേറ്റോ നമ്മൾ ഇൻസുലിൻ സ്പീക്ക് അങ്ങനത്തെ നല്ല രീതിയിൽ ഷുഗറൊക്കെ ആയിട്ടുള്ള ഫുഡുകളോ ഒരിക്കലും ആ സമയത്ത് കഴിക്കാതെ നോക്കാം. അതിന്റെ രണ്ടാമത്തെ സംഭവമാണ് കട്ട് സ്ക്രീൻസ് 1 hour ബിഫോർ ബെഡ്. ലൈക്ക് നമ്മളിപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, TV ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ബ്ലൂ ലൈറ്റ് നമ്മളെ കണ്ണിലൂടെ ബ്രെയിനിലോട്ട് അടിക്കുന്നുണ്ട്. അതിലൂടെ നമ്മളെ സ്ലീപ്പിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനത്തെ സ്ക്രീൻസ് എന്ത് ചെയ്യും? മിനിമം ഒരു 1 hour അല്ലെങ്കിൽ 30 minutes ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഉറങ്ങാൻ മുന്നേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നമ്മൾക്ക് കിടക്കാൻ എത്ര കൂടുതൽ ആ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ലീപ്പൊക്കെ പോകുമ്പോൾ ഒരു കണ്ണിൻ്റെ ഒരു ബ്ലർനെസ് നിങ്ങൾക്ക് തോന്നും. സോ അപ്പം അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ സ്ക്രീനും സംഭവങ്ങൾ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം.
മൂന്നാമത്തെ സംഭവമാണ് അവോയ്ഡ് കഫൈൻ ഇൻ ദി ആഫ്റ്റർനൂൺ. കോഫി എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം കുടിക്കാതിരിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഈ അമേരിക്കാനോ ക്യാപ്പച്ചിനോ നമ്മളെ പെർഫോമൻസ്, നമ്മളെ കോഗ്നിറ്റീവ് ഇമ്പ്രൂവ്മെന്റ് കുറച്ചും കൂടി നമുക്ക് ഒന്നുകൂടി ഫോക്കസ്, അലേർട്ട്നെസ് ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ കുടിക്കുന്ന സംഭവങ്ങളല്ലോ. ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, മിനിമം ഉച്ചയ്ക്ക് ശേഷം എടുക്കാതിരിക്കുക. കാരണം നമ്മൾ എപ്പോൾ കോഫി കുടിച്ചാലും അതിൻ്റെ ഒരു ചെറിയൊരു പോർഷന് 8 hours നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. 8 മണിക്കൂർ നമ്മുടെ ബോഡിയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 2, 2:30, 3 ഉള്ളിലൊക്കെ ആയിട്ട് സംഭവം സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു 9, 10 ആകുമ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിലേക്ക് കടക്കാൻ പറ്റും. നാലാമത്തെ സംഭവമാണ് മേക്ക് യുവർ റൂം കൂൾ ആൻഡ് ഡാർക്ക്. നമ്മൾ എവിടെയാണോ ഉറങ്ങണത് അല്ലെങ്കിൽ എവിടെയാണോ സ്ലീപ്പിന് നിങ്ങൾ റെഡി ആവണത് അവിടെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഡാർക്ക്, ഒന്നുകൂടി കൂൾ ചെയ്യുക, ഒന്നുകൂടി കൂളാക്കുക. പിന്നെ എയർ കണ്ടീഷനിങ് ഒന്നുകൂടി ബെറ്റർ ആവും. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒന്നുകൂടി ഇരുട്ടാകുമ്പോഴേ നമുക്ക് ഈ മെലാറ്റോണിൻ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യും. മെലാറ്റോണിയാണ് ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാൻ പറ്റണം. അപ്പം എന്ത് ചെയ്യുക, മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റൂമൊക്കെ ഒന്ന് ഇരുട്ടാക്കുക. അഞ്ചാമത്തെ സംഭവമാണ് കീപ്പ് എ റെഗുലർ ഷെഡ്യൂൾ. അതായത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആർക്കും ഒരു ഷെഡ്യൂൾ ഉണ്ടാവില്ല. എപ്പോൾ സ്ലീപ്പിന് പോകണം, എപ്പോൾ വേക്കപ്പ് ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മിനിമം ഇപ്പോൾ എന്നും ഒരു 10 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ സമയത്ത് തന്നെ എന്നും കിടക്കാൻ പോവുക. ചിലപ്പോൾ ഒരു 9:45 ചിലപ്പോൾ ഒരു 10:15 ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിക്സ് ആയി അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യും, ഒരു 10 മണിക്ക് ഉറങ്ങാൻ പോയിട്ട് 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ ഡെയിലി ആ റുട്ടീൻ ഫോളോ ചെയ്യുക. ഇടയ്ക്കൊക്കെ നമ്മളത് പാടുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഒരു 80% ഈ ഷെഡ്യൂൾ കീപ്പ് ചെയ്താൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മൾ ഉറക്കാനും ആ സമയമായി കഴിഞ്ഞാൽ നമ്മൾ എണീക്കാനും നമുക്ക് പറ്റും. ആ പ്രോക്രാസ്റ്റിനേഷൻ അവിടെ ഡിലേ ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് സംഭവമാണ്, ആറാമത്തെ സംഭവമാണ് വ്യൂ ദി മോർണിംഗ് സൺലൈറ്റ്. ഇതൊരു നല്ല പോയിന്റാണ്. കാരണം എന്താ വെച്ചാൽ എണീറ്റ് ഉടനെ എന്ത് ചെയ്യുക, എണീറ്റ് ഉടനെ ഒരു കുറച്ചൊക്കെ മോർണിംഗ് ഒക്കെ ആയി കുറച്ചൊക്കെ സൂര്യനൊക്കെ ഒതുക്കി വരുമ്പോൾ എന്ത് ചെയ്യുക, ആ സൺലൈറ്റ് കിട്ടാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. സൂര്യൻ നല്ല രീതിയിൽ വെളിച്ചങ്ങൾ മുഖത്തേക്ക് അടിച്ചണമെന്നില്ല. നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വാക്കിങ്ങിനോ റണ്ണിങ്ങിനോ ഒക്കെ പോയി കണ്ട് എന്ത് ചെയ്യുക, ആ ഒരു സൂര്യൻ്റെ ആ ഒരു വെളിച്ചം എന്ത് ചെയ്യുക, നമ്മളെ മുഖത്തേക്ക് തട്ടാൻ നോക്കുക. കാരണം ഇത് നല്ല രീതിയിൽ നമുക്ക് ഒരു എനർജി, ഒരു പെർഫോമൻസിലൊക്കെ നമുക്ക് ഒന്നുകൂടി നമ്മളെ കൂട്ടാൻ പറ്റിയ സംഭവമാണ്. ഒന്നുകൂടി നല്ല രീതിയിൽ വെയിലടി ഒന്നുകൂടി ബെറ്റർ ആണ്. ഒന്നുമില്ലെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മോർണിംഗ് നമ്മൾ 6:30, 6:45 ആകുമ്പോൾ 7 മണിയുടെ ഉള്ളിലായിട്ട് ഒരു വെളിച്ചം അങ്ങനെ വന്ന് തുടങ്ങുമല്ലോ നമ്മളെ സാധാ വേനൽ കാലത്തൊക്കെ. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണാൻ നോക്കാം. സോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ്, ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.